അല്ല, നിങ്ങൾ രണ്ടുപേരും ഒത്തിരി കഷ്ടപ്പെട്ട് വന്നതാണല്ലോ. ആ യാത്രയുടെ ഭാഗം തന്നെയാണല്ലോ ഇതും. ഉറപ്പായിട്ടും നമ്മൾ ഞാൻ എൻ്റെ ഒരു സംവിധാന സംരംഭത്തിൽ ഒരു ചെറിയ എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു ഫീച്ചർ ഫിലിം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പൈസ ബഡ്ജറ്റ് മുടക്കിയാൽ എനിക്ക് ചെറിയൊരു സിനിമ ചെയ്ത് തീർക്കാമായിരുന്നു. അപ്പോൾ ഞാൻ അത് വേണ്ട, എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമുക്ക് സംവിധായകൻ എന്ന പേര് നേടിയെടുക്കുക എന്നതൊന്നുമല്ല. അത് പേരിൻ്റെ അവസാനം സംവിധായകൻ എന്ന് ചേർക്കുക എന്നതൊന്നും ഒരു വലിയ ലക്ഷ്യമായി കാണുന്നതല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവണം. അത് നമ്മൾ വൃത്തിക്ക് ചെയ്തു എന്ന് 4 പേര് പറയണം. അങ്ങനത്തെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. അതിനുവേണ്ടി നമ്മൾ കുറേ സമയമെടുത്തു. നമ്മൾ പൈസ മുടക്കി പ്രൊഡക്ഷൻ എൻ്റെ ഞാനും കൂടെ ഭാഗമായ ഒരു കമ്പനിയാണ്. അതിൽ വേറെയും ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. എല്ലാം ഒരു ഓട്ടത്തിൻ്റെ ഭാഗമായി എല്ലാം ഫലം കണ്ടു പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സൈഡായിരുന്നാലും ഡയറക്ടർ നല്ലൊരു വിഷനുണ്ട്. ഇത് എങ്ങനെ തുടങ്ങി ഇതെവിടെ അവസാനിപ്പിക്കണമെന്നുള്ള എല്ലാ കാര്യത്തിലും പുള്ളിക്ക് ഒരു വിഷനുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ചെറിയൊരു സപ്പോർട്ട് മാത്രം കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടൊന്ന് ആളുടെ കൂടെ നിന്നു. പിന്നെ പ്രൊഡക്ഷൻ സൈഡായിരുന്നാലും നമുക്ക് ഏത് സിറ്റുവേഷനിലും നമ്മുടെ കൂടെ തന്നെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഷൂട്ടിങ് സമയത്തായിരുന്നാലും അവരൊക്കെ നമ്മുടെ കൂടെ നിന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് നിന്നു.